ഹലോ ഗായ്സ്, നിങ്ങൾ ഈ പഴുത്ത മാങ്ങ കൊണ്ട് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടാക്കും. പക്ഷേ പഴുത്ത മാങ്ങനെ കൊണ്ടുള്ള മറ്റൊരു ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു സാധനം എന്ന് നോക്കുവാണെങ്കിൽ മാങ്ങാ പെരക്ക് മേടിക്കും. നമുക്ക് പഴുത്ത മാങ്ങ പെരക്ക് എന്നൊക്കെ ഇതിനെ പേരിട്ട് വിളിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നാടൻ മാങ്ങ, നാടൻ തന്നെ വേണ്ട, കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങയായാലും മതി. അപ്പോഴും മാങ്ങ എടുക്കുക, നമ്മൾ കളക്ട് ചെയ്യുക, നല്ലോണം വാഷ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുക. ഈ ഒരു കാര്യം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ചടങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തോല് കളഞ്ഞിട്ട് വേണ്ടി വരും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മുടെ നാടൻ മാങ്ങയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ പുഴുണ്ടാവും. നമ്മൾ ഈ തോലൊക്കെ കഷ്ടപ്പെട്ട് കളഞ്ഞ് ഈ നടുക്കൂടെ ചെത്തുന്ന സമയത്തായിരിക്കും ഈ ഒരു പുഴുവിനൊക്കെ കാണുന്നത്. അങ്ങനെ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ നഷ്ടമാകും. അത് വലിയൊരു പോരായ്മയാണ്. എന്നിരുന്നാലും നല്ല സാധനം കഴിക്കുകയാണെങ്കിൽ ഇത്തിരി കഷ്ടപ്പാട് വേണമല്ലോ. അപ്പോഴും നമ്മൾ ആദ്യം തോലൊക്കെ കട്ട് ചെയ്യാൻ പോകുകയാണ്. ആദ്യം ഇച്ചിരി ഒരു തോലിന് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ക്രാച്ച് കൊടുത്ത് നമുക്കിങ്ങനെ വലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു കുഞ്ഞ് കട്ട് കൊടുത്ത് വലിക്കുകയാണെങ്കിൽ നമുക്ക് തോല് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാരൊക്കെ അതിൽ തന്നെ കുടുങ്ങിപ്പോകും. കുറേ ലൈക്ക് ജ്യൂസ് പോലെ ഇങ്ങനെ കുറേ നീരൊക്കെ പുറത്തേക്ക് പോകും. അങ്ങനെ ഇച്ചിരി പ്രശ്നമുണ്ട്. എന്നിരുന്നാലും നമുക്ക് ടൈം ലാഭിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോഴിങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. എല്ലാം വാങ്ങി ഇരുന്ന് കട്ട് ചെയ്യൽ അത്യാവശ്യം നല്ല ചടങ്ങുള്ള പണിയാണ്. പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ എടുക്കുകയാണ്, അല്ല വലിയ തീയൊന്നും കത്തിക്കാണ്ട് പെട്ടെന്നൊരു സാധനം ഒരു തൊട്ട് കൂട്ടാനോ അല്ലെങ്കിൽ എനിക്ക് നമുക്ക് ഇത് വെച്ചിട്ടില്ലേ ഒരുപാട് ചോറ് കഴിക്കാം കേട്ടോ. ഒരുപാട് ചോറ് കഴിക്കാം ഉച്ചക്കൊക്കെ. സോ ഈ ഒരു കാര്യം ഞാൻ ആദ്യം ഒരു ഓഡിയോ, നമ്മുടെ സ്പീക്ക് ആപ്പ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്, അതിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പലർക്കും അറിയത്തില്ല എന്താ സംഭവം, ഇങ്ങനെയൊക്കെ ആക്കുമെന്ന് അറിയത്തില്ല. അപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ ആക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചുമ്മാ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ആക്കേണ്ടത് കൊണ്ട് ഞാൻ എടുത്ത് വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. സംഭവം ഈ മാങ്ങയൊക്കെ പോയി എടുത്ത് വന്ന് കഴുകി കട്ട് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണെങ്കിലും ഈ സംഭവം നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിന് വേണ്ടി എന്നും ചെയ്യാമല്ലോ നമുക്ക്. അപ്പോഴും നമ്മുടെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം മാങ്ങയും കട്ട് ചെയ്ത് കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഹലോ ഗായ്സ്, ഇനി നമുക്ക് ഇത്തിരി മുളക് പൊടി എടുക്കാം. ഓക്കെ, മുളക് പൊടി ഉപ്പും മതി കേട്ടോ, ഒന്നും അധികം ആവശ്യമില്ല. സോ നമുക്ക് റൂമിലേക്ക് എത്തിക്കാം. നമ്മുടെ മാങ്ങ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ പഴുത്ത മാങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, തോലൊക്കെ കളഞ്ഞ്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 5 മാങ്ങ എടുത്തത്. അപ്പോഴേ ഞാനിവിടെ ഇട്ടത് ഒരു 4 സ്പൂണ് മുളക് പൊടി ഇട്ടത്. കുഞ്ഞു സ്പൂണാണ് കേട്ടോ, വലിയ സ്പൂണല്ല, കുഞ്ഞു സ്പൂണിലാണ് 4 സ്പൂണ് മുളക് പൊടി ഇട്ടത്. എരിവിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. അതായത് നിങ്ങൾക്ക് നല്ല എരിവ് വേണ്ട ആളാണെങ്കിൽ നല്ലോണം എരിവ് ഇടാം, അല്ല അധികം എരിവ് വേണ്ട ലൈറ്റ് മതിയെങ്കിൽ ചെറുതായിട്ട് ഇടാം. അപ്പോഴേ എന്തായാലും ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിടാം. ഞാനിവിടെ ഒരു 3/4 സ്പൂണാണ് ഉപ്പിട്ടിട്ടുള്ളത്. അതായത് കുഞ്ഞു സ്പൂണിൽ 3/4 സ്പൂണ്. ആദ്യം ഒരു അരി ഇട്ടു, പിന്നെ ഇത്തിരി കൂടി ഇട്ടു. സോ ഉപ്പും നിങ്ങൾക്ക് അനുസരിച്ചിടാം, ഇത്തിരി മതി കേട്ടോ, വലിയ കാര്യമായിട്ട് വേണ്ട. ഇനി നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് കുഴക്കാം. നല്ലോണം ഇട്ട് പെരക്കി എനിക്കാണെങ്കിൽ ഇത് പാകുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം വരുവാണ് കേട്ടോ. അത് പെരക്കുമ്പോൾ തന്നെ വായിൽ നല്ലോണം വെള്ളം ഒഴുകുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഇത് പാകുമ്പോഴേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ, അപ്പോഴേ വീണ്ടും വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പച്ചമാങ്ങയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ വെള്ളം വരില്ലേ, ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. രണ്ടും എന്തായാലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനം അല്ല രണ്ടും. എനിക്ക് പച്ചമാങ്ങനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ. പഴുത്ത മാങ്ങയിൽ ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് വരുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ഇടാം കേട്ടോ. ഞാനിവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. വെളുത്തുള്ളി ചതച്ചിട്ട് ഇടാം. ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടില്ല. ആ ഒരു ടേസ്റ്റ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ഇടാം കേട്ടോ. ഞാൻ ഇടാൻ നിൽക്കുന്നില്ല, കാരണം എനിക്ക് ഇത് രണ്ടുമാണ് ഇഷ്ടം. വെളുത്തുള്ളി ഇടുന്നത് വലിയ താല്പര്യമില്ല. അതും ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. വേണ്ടെങ്കിൽ ഇഞ്ചി വേണ്ടവർ ഇഞ്ചി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലത് തന്നെ ആരോഗ്യത്തിന്. അപ്പോൾ നല്ലോണം ഇങ്ങനെ ചതക്കുക. ഈ വലിയ പീസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് കുഴച്ച് ഞമിണ്ടി കൊടുക്കുക കേട്ടോ. അത് ഞമിണ്ടാണ്ട് അങ്ങനെ മാങ്ങ ഇങ്ങനെ പീസായിട്ടാണെങ്കിൽ അങ്ങനെയുള്ളത് അങ്ങനെ കഴിക്കുക. എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കഴിക്കുക. സോ ഇങ്ങനെ പെരക്കിയിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെച്ചേക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ആയിട്ടുണ്ട് മാങ്ങ അരക്കുന്നത്. അയ്യോ, അതിൽ തന്നെ വെള്ളം വരുന്നത് എലിച്ച കൂടിപ്പോയി.